ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് സേമിയ ഉപയോഗിച്ചുള്ളൊരു പുട്ടാണ് കേട്ടോ. രാഗി സേമിയ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ സോഫ്റ്റും നല്ല ടേസ്റ്റുമുള്ള നല്ലൊരു കിടിലൻ റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ പുട്ട് തയ്യാറാക്കുവാനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രാഗി സേമിയയാണ് കേട്ടോ. ഇപ്പോൾ ഇത് തയ്യാറാക്കുവാനായി 400 ഗ്രാം സേമിയയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മുറി തേങ്ങയുമാണ് ഞാൻ ഇതിനായി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കി നോക്കാം. ഇത് തയ്യാറാക്കുവാനായി സേമിയ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ടതുണ്ട്. ഒരല്പനേരം, ഒരു 2-3 മിനിറ്റ് മാത്രം കുതിർത്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാൻ സേമിയ കുതിർക്കാനായി വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിൻ്റെ 1/4 ഭാഗം വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ആവശ്യമായ അല്പം ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു 3 മിനിറ്റ് കുതിർക്കാൻ വെച്ചാൽ മതി. കൂടുതൽ സമയം വെക്കേണ്ടതില്ല. അപ്പോഴേക്ക് തന്നെ നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ അതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതാ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും വെള്ളമൊന്ന് വാർത്തെടുക്കണം. ഇതാ നല്ലതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു അരിപ്പയിലോട്ട് ഞാൻ വെള്ളം വാർന്നു പോകാനായി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇതിൽ നിന്നും വെള്ളമെല്ലാം നല്ലതുപോലെ വാർന്നു വന്നിട്ടുണ്ട്. നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഒട്ടും തന്നെ കുഴഞ്ഞു പോവാതെ നല്ലതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുകയോ ഒന്നും തന്നെ ഇല്ല. വെള്ളത്തിൽ നിന്ന് വാർത്തെടുക്കുമ്പോൾ ഇതുപോലെ കുഴഞ്ഞു പോവാതെ ഒട്ടിപ്പിടിക്കാതെ ഇതേ രീതിയിൽ തന്നെ കിട്ടണം. എന്നാലേ നമ്മുടെ പുട്ട് നല്ലതുപോലെ റെഡിയായി വരികയുള്ളൂ. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കണം. സാധാരണ നമ്മൾ പുട്ട് തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് ഈ പുട്ടും നമ്മൾ തയ്യാറാക്കേണ്ടത്. കുറച്ച് കൂടുതൽ തേങ്ങ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇതിൽ 2 കഷ്ണമായിട്ടാണ് നിറക്കുന്നത്. സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ എടുക്കുന്ന ടൈമില്ലേ, അതേ ടൈമിൽ തന്നെയാണ് ഇതിനും. പ്രത്യേകിച്ചൊരു ടൈം കൂടുതലോ കുറവോ ഒന്നും ഇല്ല. സാധാരണ രീതിയിൽ തന്നെയാണ്. പല വെറൈറ്റീസ് പുട്ടുകളും നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും. എന്നാൽ നിങ്ങൾ സേമിയ കൊണ്ട് ഇതുപോലെ ഒരു പുട്ടുണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? വളരെ സോഫ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമുക്ക് കറിയൊന്നുമില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഈ പുട്ട് കഴിക്കാൻ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ കുറ്റിയിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. സാധാ പുട്ടുണ്ടാക്കുന്ന അതേ ടൈമിൽ തന്നെയാണ് ഇതിന്. പ്രത്യേകിച്ച് കൂടുതൽ ടൈമോ കുറഞ്ഞ ടൈമോ ഒന്നുമില്ല. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. കുറച്ചു നേരം വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണല്ലോ, അതുകൊണ്ട് വേഗത്തിൽ തന്നെ ഇത് സെറ്റായി കിട്ടും. ഇപ്പോൾ ഇത് ആവിയെല്ലാം വന്ന് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. കുറച്ച് കൂടുതൽ തേങ്ങ ഇട്ട് കൊടുത്താൽ മാത്രം മതി. കാരണം നമ്മളിത് കറിയൊന്നുമില്ലാതെ കഴിക്കുന്നതായതുകൊണ്ട് കുറച്ച് കൂടുതൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പരിവോ ഒന്നും തന്നെ ഇല്ല. കറക്റ്റ് നല്ല ടെക്സ്ചർ തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആർക്കും ടെൻഷൻ വേണ്ട. നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐറ്റംസ് തന്നെയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ. ഒട്ടും തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുക പോലും ഇല്ല. ഇത് ചൂടോടുകൂടെ തന്നെ കഴിക്കുന്നതാണ് വളരെ നല്ലത്. അല്ലെങ്കിൽ അതിൻ്റെ ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ കഴിക്കാൻ തേങ്ങാപ്പാലും പഞ്ചസാരയും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നിങ്ങൾക്ക് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അതിനെല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ.
പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട്